ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രീ ആംബിളിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഭരണഘടനയിലേക്ക് കൂടുതൽ വിശദമായിട്ട് ഇറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ പാർട്ട്, അതായത് പാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയിലെ ഓരോ ചാപ്റ്ററുകളെയാണ് പാർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ട്, അതിൻ്റെ പേര് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നാണ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനെയും അതിൻ്റെ ടെറിട്ടറിയെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KSഉം അതുപോലെ തന്നെ മറ്റ് കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിവ് പകർന്നു തരുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും പരിശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഭരണഘടന എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഭരണഘടന കണ്ടിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ട്. കാരണം ഭരണഘടനയുടെ ഒറിജിനൽ കോപ്പി അങ്ങ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പകർപ്പുകൾ നമുക്ക് ഇൻ്റർനെറ്റിലും മറ്റുമൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമാണ്. കാരണം ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ആ ഒരു ഭരണഘടനയുടെ കോപ്പിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഭരണഘടനയുടെ ഒറിജിനൽ ഭരണഘടനയുടെ കവറിൻ്റെ ഫോട്ടോയാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു സോഫ്റ്റ് കോപ്പി നമുക്ക് ഇന്റർനെറ്റിൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കിട്ടുന്ന ഫയലിന്റെ ഫ്രണ്ട് പേജാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, വലതുഭാഗത്തുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അത് 2019 ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റോ ഭരണഘടന എന്ന് വിളിക്കുന്നത്, അതായത് ഒറിജിനൽ കോപ്പി. ആ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ പാർട്ട് 1 അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ബുക്ക് എടുത്ത്, ഞാനൊരു ബുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കവർ പേജ് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് എന്താ ഉണ്ടാവുക? അതിൻ്റെ കണ്ടൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ കണ്ടൻസ് പേജ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബുക്കിന്റെ പേരുണ്ട്, അതിന്റെ താഴെ കണ്ടൻസ് ഉണ്ട്. കണ്ടൻസ് എന്ന് വെച്ചാൽ ഉള്ളടക്കം. അപ്പോൾ അതിൽ ആദ്യം തന്നെ പ്രീ ആംബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ആമുഖം. ഈ ഒരു ആമുഖത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ആദ്യത്തെ ചാപ്റ്റർ 1 എന്നതിന് പകരം പാർട്ട് 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഭരണഘടനയിലെ ഓരോ ചാപ്റ്ററിനെയും നമ്മൾ പാർട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിന്റെ ഹെഡിങ് എന്താണ്? ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അപ്പോൾ ഈ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ് ആദ്യത്തെ പാർട്ട് എന്ന് ഓർത്തുക്കണം. ഇന്ത്യൻ യൂണിയനെ കുറിച്ചും അതിന്റെ ടെറിട്ടറി, അതിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ട് 1 പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ആർട്ടിക്കിളുകളായിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ പാർട്ടിൽ നമുക്ക് പ്രധാനമായിട്ടും 4 ആർട്ടിക്കിളുകളാണ് ഉള്ളത്. അപ്പോൾ ആ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പോയിന്റുകളാണ്. അപ്പോൾ ഓരോ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റിന് ഓരോ ആർട്ടിക്കിളിനും ഓരോ ഹെഡിങ് ഉണ്ട്, അതിനുശേഷം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ എന്നാണ്, അതായത് നമ്മുടെ യൂണിയന്റെ പേരും അതിന്റെ ടെറിട്ടറിയെ കുറിച്ചും. രണ്ടാമത്തത് അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, ഒരു പുതിയ സ്റ്റേറ്റിനെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നത് എന്നുള്ളത്. 2A എന്നുള്ളത് ഇടയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്, അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ അത് ഒമിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്, അതായത് ഒരു പ്രാവശ്യം കൂട്ടിച്ചേർത്തു പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അടുത്തത് ആർട്ടിക്കിൾ 3 ആണ്. ആർട്ടിക്കിൾ 3 എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് അൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. അതായത് നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ സംസ്ഥാനത്തെ എങ്ങനെയാണ് രൂപീകരിക്കുന്നത്, അപ്പോൾ ഇത്തരത്തിൽ ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഏരിയ എങ്ങനെയാണ് മാറ്റുന്നത്, അതിന്റെ ബൗണ്ടറി എങ്ങനെയാണ് മാറ്റുന്നത്, ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് ആർട്ടിക്കിൾ 3 പറയുന്നത്. ആർട്ടിക്കിൾ 4 ലോസ് മെയ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 2 and 3, അതായത് നമ്മുടെ ഭരണഘടനയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നാണ് ആർട്ടിക്കിൾ 4 പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആർട്ടിക്കിളും എടുത്ത് വിശദമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിൾ 1 ആണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുൻപേ ഞാൻ ഈ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്ന ആ എഴുതുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞിട്ട് നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് യൂണിയൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെ മെയിൻ ആർട്ടിക്കിൾ എന്ന് പറയും. അപ്പോൾ ഒരു ഉദാഹരണത്തിന് അത്തരത്തിലുള്ള ആർട്ടിക്കിളിനെ ആർട്ടിക്കിൾ 1 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 എന്ന് പറയാം. അപ്പോൾ ഈ ആർട്ടിക്കിളിന്റെ കീഴിലായിട്ട് സബ് ആർട്ടിക്കിളുകൾ ഉണ്ടാവും.
അപ്പോൾ അത്തരത്തിലുള്ള ആർട്ടിക്കിൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ആർട്ടിക്കിൾ 19 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 1 എന്നായിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം ആർട്ടിക്കിൾ 19 സബ് ആർട്ടിക്കിൾ 1 എന്നാണ്. ഇനി ഈ ഒരു 1 പറയുന്ന ആർട്ടിക്കിളിൽ തന്നെ സബ് ആർട്ടിക്കിൾ ഉണ്ടാവാം. അപ്പം അത്തരം കേസുകളിൽ നമ്മളത് ഡിനോട്ട് ചെയ്യുക ആർട്ടിക്കിൾ 19 1 എ എന്നുള്ളത്. നിങ്ങൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിന് എഴുതുകയോ മറ്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ എയും 1 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അത് മാറിപ്പോവാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ആർട്ടിക്കിൾ 19 അത് കഴിഞ്ഞിട്ട് 1 ആണ് ആദ്യത്തെ സബ് ആർട്ടിക്കിളിന് വരിക, അല്ലെങ്കിൽ ഒരു അക്കമാണ് ആദ്യത്തെ സബ് ആർട്ടിക്കിളിന് വരിക. അതിനുശേഷം വരുന്ന സബ് ആർട്ടിക്കിളിനാണ് അക്ഷരം വരിക. നമ്മൾ ഓരോ ആർട്ടിക്കിൾ പഠിക്കുന്ന സമയത്ത് നമ്മളിത് നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും. അടുത്തത് ചില ആർട്ടിക്കിളിന് 51A എന്ന് കാണാം, അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2A ഒമിറ്റഡ് എന്ന് കാണാം. അപ്പൊ ഈ എ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളിന്റെ കൂടെയാണ് ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണുക. 51A അല്ലെങ്കിൽ 2A അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുന്നത്, അതായത് ഇംഗ്ലീഷ് അക്ഷരം ABCD അങ്ങനെ പോവും. അവസാനം സെഡ് കഴിഞ്ഞാൽ വീണ്ടും AAABAC അങ്ങനെ പോവും. അപ്പോൾ ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്യാപിറ്റലിൽ കാണുന്നത് അത് പുതിയതായിട്ട് കൂട്ടിച്ചേർത്ത അമെൻമെന്റിലൂടെ വന്ന ആർട്ടിക്കിളുകളാണ് എന്ന് ഓർത്തു വെക്കണം. ഇതുപോലെ പാർട്ടുകൾക്കും ഇതുപോലെ കൂട്ടിച്ചേർക്കൽ ഉണ്ടാവും. ഉദാഹരണത്തിന് പാർട്ട് 4A, അതായത് പാർട്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് DPSP ആണെന്നറിയാം. അതിനുശേഷം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർക്കുക. പാർട്ട് 4 അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ A ഉണ്ട്. അപ്പൊ അത് ആ ഒരു നമ്മൾ എങ്ങനെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതൊന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഭാഗം ഒന്ന് നോക്കുക. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ആർട്ടിക്കിൾ 1 നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 1? അപ്പൊ ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞാൽ ദ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ എന്നുള്ളതാണ്. അപ്പൊ ഈ ആർട്ടിക്കിൾ 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ അടുത്തത് 1 ബ്രാക്കറ്റിനുള്ളിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സബ് ആർട്ടിക്കിൾസ് ഉണ്ട്. അതിന്റെ അകത്ത് 3 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ABC എന്ന് പറഞ്ഞ് കാണാം. അപ്പൊ നമ്മളത് എഴുതുന്ന സമയത്ത് എന്താ എഴുതുക? 1 ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 3, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് അടുത്ത ബ്രാക്കറ്റിനുള്ളിൽ A എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഓർക്കേണ്ടതാണ് എഴുതുന്ന സമയത്ത്. അപ്പോൾ ഇത് നമ്മൾ KS എക്സാമിനാണ് മെയിനായിട്ട് ഈ ഒരു ഭാഗം, അതായത് ഇത്തരത്തിൽ എഴുതേണ്ടതായിട്ട് വരിക. അപ്പം നമുക്ക് എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് പാർട്ട് 1 വരുന്നത്. പാർട്ട് 1 പേര് ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നാണ്. അതായത് നമ്മുടെ യൂണിയനെ കുറിച്ചും ഇന്ത്യൻ യൂണിയനെ കുറിച്ചും അതിന്റെ ടെറിട്ടറിയെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നതെന്ന് ഓർത്തു നോക്കാം. അടുത്തത് ദ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ. അതിൽ 1 എന്ന് പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ രാജ്യത്തിന് 2 പേരുകളുണ്ട്. അതായത് ഒരു പേരെന്ന് പറഞ്ഞാൽ ഇന്ത്യ, രണ്ടാമത്തെ പേരെന്ന് വെച്ചാൽ ഭാരത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന് 2 പേരുകളുണ്ട് എന്നാണ് ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. അതിനുശേഷം പറഞ്ഞ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പൊ എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഫെഡറൽ യൂണിറ്ററി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ, അതായത് ഫെഡറൽ സിസ്റ്റം ആണോ യൂണിറ്ററി സിസ്റ്റം ആണോ എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ എവിടെയും തന്നെ നമ്മൾ ഫെഡറൽ ആണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ 1 അതായത് നോക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് 2 പേരുകളുണ്ട്, ഇന്ത്യ, ഭാരത്. അപ്പൊ നമുക്ക് ഏത് പേര് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്ന് പറയാം, അല്ലെങ്കിൽ ഭാരത് എന്ന് പറയാം. അടുത്തത് പറയുന്നത് ഇറ്റ് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ എന്താണ് ഈ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? ആ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എങ്കിലും ഞാൻ അതൊന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു തരാം. അതായത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫെഡറൽ സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റ് അല്ല വർക്ക് ചെയ്യുന്നത്. എന്താണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ രാജ്യങ്ങൾ തമ്മിൽ ഒന്നിച്ചു വന്ന് കൂടിച്ചേർന്ന് ഒരു ഫെഡറൽ സിസ്റ്റം, അതായത് ഒരു വലിയൊരു രാജ്യം ഒന്നിച്ചു നിൽക്കുന്ന ഒരു വലിയൊരു രാജ്യത്തെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫെഡറൽ കൺട്രി എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് അമേരിക്കയിൽ ബ്രിട്ടന്റെ കീഴിലുണ്ടായിരുന്ന 13 കോളനികൾ സ്വാതന്ത്ര്യം ലഭിച്ച് ഒന്നിച്ചു വന്ന് നിന്നിട്ടാണ് അവര് അമേരിക്ക, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഫെഡറൽ സിസ്റ്റം രൂപം കൊണ്ടത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു സ്റ്റേറ്റിന് ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നിന്ന് പിരിഞ്ഞു പോകാം. കാരണം അവരൊരു എഗ്രിമെന്റിന്റെ പേരിലാണ് ഒന്നിച്ചു നിന്നത്. അപ്പോൾ ഈ എഗ്രിമെന്റിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്
അവർക്ക് പിരിഞ്ഞു പോകണം എന്ന് തോന്നുവാണെങ്കിൽ പിരിഞ്ഞു പോകാവുന്നതാണ്. കാരണം അത് ഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ആണെന്ന് പറയാം. യൂണിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ചേരൽ എന്ന് പറയാം. അപ്പൊ ആ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ആണ്, അതായത് എപ്പോഴും വേണമെങ്കിൽ ഇല്ലാതാവാം. പക്ഷേ ഇന്ത്യയുടെ കേസ് എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ കേസിൽ ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് വന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നതല്ല. അതായത് നാട്ടുരാജ്യങ്ങളെ നമ്മൾ ചേർത്തിട്ടുണ്ട്, പക്ഷേ നാട്ടുരാജ്യങ്ങളെ നമ്മളൊരു ഫെഡറൽ സിസ്റ്റം ആക്കാൻ വേണ്ടി ചേർത്തതല്ല. മറിച്ച് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ എൻറ്റൈറ്റിയാണ്, അതായത് ഒറ്റ ഒരു സാധനമാണ്. ഇതിൽ നിന്നും ഒരാൾക്കും പിരിഞ്ഞു പോകാൻ പറ്റില്ല. അതായത് നമ്മൾ ഓൾറെഡി ഫെഡറൽ യൂണിറ്ററിയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സംസ്ഥാനത്തിനും ഇന്ത്യൻ യൂണിയനിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു രാജ്യമായി പോകാനുള്ള പ്രൊവിഷൻ നമ്മുടെ ഭരണഘടനയിലില്ല. അപ്പൊ ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താഴെ എഴുതിയ പോലെ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാം. നമ്മുടെ രാജ്യത്ത് കുറെ സംസ്ഥാനങ്ങളുണ്ട്, പക്ഷെ ഈ ഒരു സംസ്ഥാനത്തിനും പിരിഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. ഡിസ്ട്രക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത്, ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ പറ്റാത്ത. അപ്പൊ നമ്മുടെ യൂണിയനെ, ഇന്ത്യൻ യൂണിയനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഇന്ത്യൻ യൂണിയനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഇന്ത്യക്ക് 2 പേരുണ്ട്, അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അതായത് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. കാരണം ഈ ഒരു വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്, കാരണം ഇത് കഴിഞ്ഞ KAS എക്സാമിന് ചോദിച്ച ചോദ്യമാണ് പ്രിലിമിനറിയിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ കാണും. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു സംസ്ഥാനത്തിനും പിരിഞ്ഞു പോയിട്ട് നമ്മൾ വേറെ ഒരു രാജ്യമാകുന്നെന്ന് പറഞ്ഞ് നിൽക്കാൻ വേണ്ടി പറ്റുകയില്ല. അപ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പേരാണ് പറയുന്നത് ഇന്ത്യ ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. രണ്ടാമത്തെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ് ദെയറോഫ് ഷാൽ ബി സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ. അപ്പൊ നമ്മൾ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഫസ്റ്റ് ഷെഡ്യൂൾ. അപ്പൊ എന്താണ് ഷെഡ്യൂളുകൾ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിന്റെ ഭാഗമായിട്ട് കുറെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ടെങ്കിൽ ആ ഒരു വിശദാംശം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെന്റിന്റെ ഈ ഒരു പോയിന്റുകൾ എന്ന് പറയുന്ന സ്ഥലം വളരെ വലുതായി പോകും. കാരണം ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ കൊടുക്കേണ്ടി വരും. അത്തരം കേസുകളിൽ ഒരു പട്ടികയോ മറ്റുമൊക്കെ ആയിട്ട് അവസാനം ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസാനമായി ചേർത്തിരിക്കുന്ന ആ ഒരു പട്ടികയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പട്ടിക, അവസാനം ചേർത്തിരിക്കുന്ന ഓരോ ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ പട്ടികയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളുടെയും ടെറിട്ടറികൾ എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി. ഇപ്പൊ സംസ്ഥാനങ്ങളുടെയും ടെറിട്ടറികളുടെയും പേര് ശരിക്കും ഇവിടെയാണ് കൊടുക്കേണ്ടത്, പക്ഷെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു സ്ഥലം അതിന് പോകുന്നതുകൊണ്ട് അത് ഷെഡ്യൂളായിട്ട്, ഒരു പ്രത്യേക പട്ടികയായിട്ട് അവസാനം ചേർത്തിട്ടുണ്ട്. ആ ഷെഡ്യൂളിന്റെ പേരാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തു വെക്കണം. ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള സംസ്ഥാനങ്ങളുടെയും ഇവിടുത്തെ യൂണിയൻ ടെറിട്ടറീസിന്റെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകളാണ് നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും ഇവിടുത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓരോ ലിസ്റ്റാണ് ഉണ്ടാവുക, 2 ലിസ്റ്റായിട്ടുള്ള. ഒന്നാമത്തെ ലിസ്റ്റിൽ സംസ്ഥാനങ്ങളുടെ പേരുണ്ടാവും, രണ്ടാമത്തെ ലിസ്റ്റിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പേരുണ്ടാവും. ഇനി ആർട്ടിക്കിൾ 1 ക്ലോസ് 3 നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ടെറിട്ടറി, അതായത് നമ്മൾ ആദ്യം യൂണിയനെ കുറിച്ച് സംസാരിച്ചു, ഇനി അതിന്റെ ടെറിട്ടറിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ ടെറിട്ടറിയിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്സ്. അപ്പൊ ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനങ്ങളാണ്. അപ്പൊ ഇന്ത്യൻ യൂണിയനിൽ നമ്മൾക്ക് 3 ഭാഗങ്ങൾ കാണാം. ഒന്നാമത്തേത് സ്റ്റേറ്റ്സ്, അതായത് ആർട്ടിക്കിൾ 1 ക്ലോസ് 3 ക്ലോസ് എയിൽ നമുക്ക് എന്ത് പറയാം, ദ ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറയാം. അത് നമ്മുടെ സംസ്ഥാനങ്ങളുണ്ട്. രണ്ടാമത്തത് യൂണിയൻ ടെറിട്ടറീസ് സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ. ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു 2 കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം സംസ്ഥാനങ്ങളുണ്ട്, യൂണിയൻ ടെറിട്ടറി ഉണ്ട്. പക്ഷേ വേറൊരു ഐറ്റങ്ങൾ കൂടി, വേറൊരു സ്ഥലം കൂടി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാം. ഏതൊക്കെയാണ്? സച്ച് അതർ ടെറിട്ടറീസ് ആസ് മേ ബി അക്വയർഡ്. ഇന്ത്യ ഏതെങ്കിലും ഒരു സ്ഥലം അക്വയർ ചെയ്യുകയാണെങ്കിൽ അതും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു യുദ്ധത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ ഒരു സ്ഥലം ഇന്ത്യ അക്വയർ ചെയ്തു എന്ന് വിചാരിച്ചാൽ അതും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറും. അപ്പം നമ്മൾ യുദ്ധമൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ രാജ്യം വളരെ സമാധാനപരമായിട്ട് നീങ്ങുന്ന രാജ്യമാണ്. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ നമുക്കറിയാം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്ത്യയിൽ ചില പ്രദേശങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ കീഴിലുണ്ടായിരുന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രിട്ടന്റെ അടുത്തു നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിനുശേഷം ഫ്രഞ്ച്
ഫ്രഞ്ച് അതായത് ഫ്രാൻസിലെ ആൾക്കാർ ഇന്ത്യയിലുണ്ടായിരുന്നു, ഫ്രഞ്ച് ടെറിട്ടറികൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഒരു ഉദാഹരണമാണ് പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി എന്ന് വിളിക്കുന്ന ഭാഗം. അപ്പൊ ഈ ഒരു പുതുച്ചേരി 1954 ഫ്രഞ്ച് ഇന്ത്യക്ക് കൈമാറി. അപ്പൊ ഇന്ത്യക്ക് കൈമാറുക എന്ന് പറഞ്ഞാൽ അതുവരെ ഫ്രഞ്ചുകാരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അവർ പറഞ്ഞു നമ്മൾ ഇന്ത്യ വിട്ടു പോവുകയാണ്, അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ ഇന്ത്യക്ക് കൈമാറുകയാണെന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് പോയി. പക്ഷേ ഈ ഒരു ഏരിയ അപ്പോൾ ഇന്ത്യക്ക് കൈമാറുന്ന സമയത്ത് അതൊരു പുതിയ ടെറിട്ടറി ഇന്ത്യക്ക് ലഭിച്ചതുപോലെയല്ലേ. അപ്പൊ ഈ ഒരു ടെറിട്ടറി എവിടെയില്ല, നമ്മുടെ സ്റ്റേറ്റ്സിന്റെ ലിസ്റ്റിലില്ല, നമ്മുടെ യൂണിയൻ ടെറിട്ടറീസിന്റെ ലിസ്റ്റിലില്ല. അപ്പൊ അത് നമ്മുടെ ഭരണഘടനയിൽ ചേർക്കുന്നത് വരെയുള്ള സമയം അല്ലെങ്കിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്ന വരെയുള്ള സമയം ഈ ഒരു ടെറിട്ടറി നമ്മുടെ കയ്യിൽ തന്നെയല്ലേ ഉള്ളത്, നമ്മുടെ ഇന്ത്യയുടെ കയ്യിലാണ് ഉള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ടെറിട്ടറീസിനെയാണ് നമ്മൾ അക്വയർഡ് ടെറിട്ടറീസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഭരണഘടനയിൽ നിലവിൽ ചേർത്തിട്ടില്ല, പക്ഷെ ചേർക്കേണ്ടതായിട്ടുള്ള ഇപ്പൊ തൽക്കാലം നമ്മുടെ കയ്യിലുള്ള സ്ഥലങ്ങളെ നമുക്ക് അക്വയർഡ് ടെറിട്ടറീസ് എന്ന് വിളിക്കാം. അപ്പൊ പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി 1954 ഫ്രഞ്ചുകാർ ഇന്ത്യക്ക് കൈമാറിയിട്ട് അവർ പോയി. അപ്പോൾ 54 കൈമാറിയത് 1962 ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ 54 മുതൽ 62 വരെയുള്ള കാലഘട്ടത്തിൽ ഇതൊരു അക്വയർഡ് ടെറിട്ടറി ആയിട്ടാണ് നിലനിന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. കാരണം നമ്മൾ കേസ് എക്സാമിനൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യണം, അക്വയർഡ് ടെറിട്ടറി കൂടി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആർട്ടിക്കിൾ 1 ആണ് പഠിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 1 നമ്മൾ നോക്കേണ്ടത്, നമ്മൾ 3 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഒന്ന്, ഇന്ത്യക്ക് 2 പേരുണ്ട്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതായത് നമ്മുടെ രാജ്യം ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചെറുതാക്കി കഷ്ണിച്ച് മാറ്റാനോ ഒന്നും പറ്റുകയില്ല. ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എൻറ്റൈറ്റി ആണ്. അപ്പൊ നമ്മൾ ആ വാക്ക് ഓർത്തു വെക്കണം, ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ കുറെ സംസ്ഥാനങ്ങൾ കൂടി ചേർന്നുണ്ട്, പക്ഷെ സംസ്ഥാനങ്ങളെ നമുക്ക് മാറ്റിയിട്ട് പ്രത്യേക രാജ്യമാക്കാൻ പറ്റില്ല. ഇനി അടുത്തത് ഓർത്തു വെക്കേണ്ടത് ഫസ്റ്റ് ഷെഡ്യൂൾ എന്നുള്ളതാണ്. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പട്ടിക, അവസാനമാണ് ചേർത്തിരിക്കുന്നത്. ആദ്യത്തെ പട്ടികയിലാണ് സ്റ്റേറ്റ്സിന്റെയും യൂണിയൻ ടെറിട്ടറീസിന്റെയും ലിസ്റ്റ് ഉള്ളതെന്ന് ഓർത്തു വെക്കണം. അടുത്തത് ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിലുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ 3 സ്ഥലങ്ങൾ കൂടി ചേർന്നതാണ്. ഒന്ന് സംസ്ഥാനങ്ങളാണ്, രണ്ടാമത്തത് യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഇവ രണ്ടും ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതുള്ള സ്ഥലം ഇന്ത്യ അക്വയർ ചെയ്ത സ്ഥലമാണ്. അതിനൊരു ഉദാഹരണമാണ് പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി 1954 മുതൽ 62 വരെ. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ പാർട്ട് 1 ആർട്ടിക്കിൾ 1 ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3, ആർട്ടിക്കിൾ 4 ഇവ 3 നമ്മൾ കൈകാര്യം ചെയ്യാനുണ്ടത്ര. അടുത്ത ക്ലാസ്സിൽ നമ്മളത് കൈകാര്യം ചെയ്യും. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ ഓർത്തു വെക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം അതായത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ KASന്റെ പ്രിലിമിനറി എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫെഡറലിസം ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് എ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ സ്റ്റേറ്റ്സ് ഡിസ്ട്രക്റ്റബിൾ ആണോ ഇൻഡിസ്ട്രക്റ്റബിൾ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് പറയുന്നതിന് ബുദ്ധിമുട്ടണം. ഞാൻ അതിന്റെ ആർട്ടിക്കിൾ 2, 3, 4 എന്നിവ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പറയാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇടും. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ 3ാമത്തെ സെന്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ ടേം ഫെഡറേഷൻ ഹാസ് നോവർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു സെന്റൻസ് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. കാരണം നമ്മൾ ഇത് ഓൾറെഡി വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കാരണം ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയും. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനും വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ആ ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ ആർട്ടിക്കിൾ 2, 3, 4 എന്നിവയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. അപ്പം നമുക്ക് അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.